16 കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ 11ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്ന പ്രവൃത്തികൾ, +1 സീറ്റുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി, റവന്യൂ വകുപ്പിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ, PM ശ്രീ പദ്ധതി, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ പുതിയ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൊതുമരാമത്ത് വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. സർ, സാധാരണ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. +2 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കുമെന്നും വിദ്യാഭ്യാസ ജില്ല അനുസരിച്ച് സീറ്റുകൾ അനുവദിക്കുമെന്നും മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഈ മലയോര പിന്നോക്ക മേഖലകളിലൊക്കെ അവർക്ക് ആവശ്യത്തിന് സീറ്റ് ഉണ്ടാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം വെക്കുന്നത്, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ആവശ്യത്തിന് സീറ്റ് ഉണ്ടാകണം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം മുടങ്ങിയത് സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ ധനസഹായം കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീൻ, K രാജൻ, PK പ്രവീൺ എന്നിവരാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ഇത് ചർച്ചയ്ക്കെടുക്കണമെന്നും AC മൊയ്തീൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് വളരെ ഗൗരവപ്പെട്ട 10-30 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന ഈ ഗൗരവപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സംഭവം പരിശോധിക്കുമെന്നും വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസും അവതരണാനുമതി നിഷേധിക്കുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയോട് സർക്കാർ കാണിക്കുന്ന വിമുഖത ശരിയല്ലെന്നും സർക്കാരിന്റെ ഈ സമീപനത്തോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഗവൺമെൻറ് ഈ മനോഭാവം മാറ്റുമെന്ന്. ആ മാറ്റുമെന്ന പ്രതീക്ഷയോടെ മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ ഈ സമീപനത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് സഭയിൽ വന്ന ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി CP ജോൺ മറുപടി നൽകി. സംസ്ഥാന സർക്കാരിനുള്ള ചട്ടനിർമ്മാണ അവകാശം ഉപയോഗിച്ച് ഈ വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ് സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായതായി പറയപ്പെടുന്ന ദുരനുഭവം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് V മുരളീധരൻ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി K മുരളീധരൻ മറുപടി നൽകി. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ശുചിത്വം പാലിക്കുക, വേസ്റ്റുകൾ നീക്കം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. സഭയിൽ അവതരിപ്പിച്ച 9 സബ്മിഷനുകൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി.
2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സർ, സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.